UDF ഭരിക്കുന്ന വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ രായൻ കീഴ്ശേരിയെ തെരഞ്ഞെടുത്തു. ബാങ്ക് ഡയറക്ടർമാരുടെയും പാർട്ടി നേതാക്കളുടെയും സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച അദ്ദേഹം പ്രസിഡന്റായി ചുമതലയേറ്റു. UDFിലെ ധാരണപ്രകാരം 3 വർഷം കോൺഗ്രസിനും 2 വർഷം മുസ്ലിം ലീഗിനുമാണ് ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം. ഇതുപ്രകാരം പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ കളത്തിൽ അഷ്റഫ് കഴിഞ്ഞ മാസം സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ രായൻ കീഴ്ശേരിയെ തിരഞ്ഞെടുത്തത്. തിങ്കളാഴ്ച രാവിലെ റിട്ടേണിംഗ് ഓഫീസർ സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. മുൻ പ്രസിഡന്റ് കളത്തിൽ അഷ്റഫ്, വൈസ് പ്രസിഡന്റ് ബഷീർ, ഡയറക്ടർമാരായ അബ്ദുൽ സലാം, മൊയ്തുക്കുട്ടി, CK ഉബൈദ്, കബീർ, ഉണ്ണികൃഷ്ണൻ, രാജീവ്, ബീരാൻ, ജലജ, റസിയ, റംലത്ത് എന്നിവരും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, M വിജയകുമാർ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാം തടം, MT അബ്ദുൽ സലാം, മുൻ ബാങ്ക് പ്രസിഡന്റ് PK കോയ, വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K അബ്ദുറഹ്മാൻ, ബാങ്ക് സെക്രട്ടറി അഷ്റഫ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട രായൻ കീഴ്ശേരിയെ ബോർഡ് അംഗങ്ങളും പാർട്ടി നേതാക്കളും അഭിനന്ദിച്ചു. വളരെ സൗഹാർദ്ദത്തിലാണ് ബാങ്കിൽ UDF മുന്നോട്ടു പോകുന്നതെന്ന് ബാങ്ക് ലേസൺ കമ്മിറ്റി ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റുമായ മരക്കാർ മാരായമംഗലം പറഞ്ഞു. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് മുഹമ്മദ് അഷ്റഫ്, കളത്തിൽ മുഹമ്മദ് അഷ്റഫാണ് ഈ കഴിഞ്ഞ 3 കൊല്ലം വളരെ സ്തുത്യർഹമായ രീതിയിൽ ബാങ്കിൻ്റെ പ്രസിഡന്റ് പദവി അദ്ദേഹം അലങ്കരിച്ച് മുന്നണി കരാറനുസരിച്ച് നിശ്ചിത സമയത്ത് തന്നെ അദ്ദേഹം രാജിവെക്കുകയും ആ രാജിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗിനുള്ള 2 വർഷത്തേക്കുള്ള പ്രസിഡന്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള യോഗം ഇന്ന് ചേർന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും വളരെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞ 3 കൊല്ലം വളരെ സൗഹാർദ്ദത്തിലാണ് ഈ ബാങ്കിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങിയിരുന്നത്. സഹകരണ സ്ഥാപനം എന്നുള്ള നിലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരിൽ അർപ്പിച്ച, മുന്നണിയിൽ അർപ്പിച്ച, ആ ഡയറക്ടർമാരിൽ അർപ്പിച്ച വിശ്വാസത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് പ്രതിസന്ധികളെയൊക്കെ അവർ തരണം ചെയ്തത് ഒറ്റക്കെട്ടായിട്ടാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ, യാതൊരു അലോസരവും ഇല്ലാതെ കോൺഗ്രസിൻ്റെ 7 ഡയറക്ടർമാരും മുസ്ലിം ലീഗിൻ്റെ 6 ഡയറക്ടർമാരും ഒരു കക്ഷിയിലെ ആളുകളെ പോലെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ അവർ 3 കൊല്ലം പൂർത്തീകരിച്ചു. ഇനിയുള്ള 2 കൊല്ലവും കോൺഗ്രസ് എന്നോ മുസ്ലിം ലീഗോ എന്നുള്ള കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ബാങ്കിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള പോക്കിന് ഈ 13 ആളുകളുടെയും പിന്തുണ, ഒറ്റക്കെട്ടായ പിന്തുണ ഉണ്ടാവും. ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുമെന്നും വല്ലപ്പുഴയിൽ ഒരു സഹകരണ ആശുപത്രിയും പേങ്ങാട്രിയിൽ ഒരു ഡയാലിസിസ് യൂണിറ്റും ആരംഭിക്കുകയാണ് ലക്ഷ്യമെന്നും പ്രസിഡന്റ് രായൻ കീഴ്ശേരി പറഞ്ഞു. എല്ലാവരുടെയും സഹകരണത്തോടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി ഈ വരുന്ന 2 വർഷം കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, വല്ലപ്പുഴയിൽ ഒരുപാട് നാളായി നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹകരണ ഹോസ്പിറ്റൽ, അവിടെ പ്രിസൈഡിംഗ് ഓഫീസർ സൂചിപ്പിക്കേണ്ട ആ മേഖല ഡെവലപ്പ് ചെയ്യേണ്ട കാര്യത്തിനെ പറ്റിയൊക്കെ. അപ്പോൾ വല്ലപ്പുഴ ഒരു സഹകരണ ഹോസ്പിറ്റൽ ഭരണസമിതിയുടെ പരിഗണനയിലുണ്ട്. അതേപോലെ പേങ്ങാട്രി കേന്ദ്രമാക്കി ഒരു ഡയാലിസിസ് സെൻറ്റർ, പിന്നെ ഇതുവരെ കർഷകർക്കായി തുടർന്നു വന്നിരുന്ന എല്ലാവിധ നയങ്ങളും കർഷകരോടുള്ള ബാധ്യത നിറവേറ്റിക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ ഈ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. ബാക്കി ബാങ്കിനെ കൊണ്ട് വിവിധ മേഖലയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി അർപ്പണബോധത്തോടെ ചെയ്യാൻ ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ച ആയിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ. യാതൊരു വ്യത്യാസവുമില്ലാതെ ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. മുസ്ലിം ലീഗ് ഷൊർണൂർ നിയോജക മണ്ഡലം ട്രഷററും പ്രവാസി ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമാണ് രായൻ കീഴ്ശേരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.